ഹായ്, വെൽക്കം ബാക്ക് എജുബോ. മക്കളെ, നമ്മളിന്ന് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ +2 സോഷ്യോളജിയിലെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് ഉള്ളത് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ എടാ മക്കളെ, നോക്കിക്കോ. ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തോളണം, പഠിച്ചോളണം മക്കളെ. ആദ്യം തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഭാവനയാണ് നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. വേറെ ഒന്നുമില്ലടാ. സമൂഹശാസ്ത്രപരമായ ഭാവന സി റൈറ്റ് മിൽസിന്റെ ആശയമാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ആ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് സമൂഹശാസ്ത്രപരമായ ഭാവന. രണ്ടാമതായിട്ട് കോമൺ സെൻസ് നോളജ് പഠിച്ചോളണം മക്കളെ. സാമാന്യ ബോധജ്ഞാനം എന്താണെന്നുള്ളതാണ് ആ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സാമാന്യ ബോധജ്ഞാനം എന്താന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്തോളണം, നോട്ട് ചെയ്ത് വെച്ചോളണം. ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് സാമാന്യ ബോധജ്ഞാനം. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പ്രയർ നോളജ് ആണ്. മുന്നറിവ് എന്താണെന്ന് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മുന്നറിവ് കാര്യമായിട്ട് തന്നെ നോക്കി വെച്ചോളണം. എന്താണ് നമുക്ക് മുന്നേയുള്ള അറിവാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ടത് സെൽഫ് റിഫ്ലെക്സിവിറ്റി അഥവാ സ്വയം പ്രതിപദനാണ് അല്ലെ. സ്വയം പ്രതിപദനം, നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഷുവർ ക്വസ്റ്റ്യൻ ആടാ. ലാസ്റ്റ് ആയിട്ട് പറയുന്നു സോഷ്യൽ മാപ്പ് അല്ലെങ്കിൽ സാമൂഹിക ഭൂപടമാടാ. ഇവിടെ ഒരു വ്യക്തിയുടെ സ്ഥാനം കാണിച്ചു തരുന്ന മാപ്പ്, ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ കാണിച്ചു തരുന്ന എന്താണ്, സൊസൈറ്റിയിലെ സ്ഥാനം കാണിച്ചു തരുന്ന മാപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സാമൂഹിക ഭൂപടം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു വ്യക്തിയുടെ പൊസിഷനാണ്, സൊസൈറ്റിയിലെ പൊസിഷൻ കാണിച്ചു തരുന്ന ഭൂപടമാണ് എന്ത്, സോഷ്യൽ മാപ്പ് അല്ലെങ്കിൽ സാമൂഹിക ഭൂപടം. ക്ലിയർ മക്കളെ? ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ പ്രവചിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ 4 ക്വസ്റ്റ്യൻസ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ 5 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും മക്കളെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യ ശാസ്ത്രഘടന എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഒന്നാമത് പറയുന്നു മാൽത്തൂസിയൻ തിയറിയാണ് അല്ലെ. മാൽത്തൂസിയൻ സിദ്ധാന്തം, റോബർട്ട് മാൽത്തൂസ് അവതരിപ്പിച്ച മാൽത്തൂസിയൻ സിദ്ധാന്തം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് പഠിച്ചു വെക്കുക ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയാണ്, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് മക്കളെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഏജ് സ്ട്രക്ചർ അല്ലെ, ജനനനിരക്ക്, മരണനിരക്ക്, പ്രായഘടന വിട്ടുകളയരുത്, ഒരു കാരണവശാലും വിട്ടുകളയരുത്. വേറൊന്ന് പറയുന്നു സെക്സ് റേഷ്യോ ആണ്, ലിംഗാനുപാതം കുറയാനുള്ള കാരണങ്ങൾ, ഡിക്ലൈനിങ് ഓഫ് സെക്സ് റേഷ്യോ ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലാസ്റ്റ് ഫാമിലി പ്ലാനിങ് ഇൻ ഇന്ത്യ അല്ലെ, കുടുംബാസൂത്രണ പദ്ധതികളെ കുറിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക് ഉണ്ട്. അത്രയും കാര്യങ്ങൾ പഠിച്ചുകൊള്ളണം. ഇത് കൂടാതെ വേറെയും സബായിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് ഫോക്കസ് ചെയ്ത് മക്കൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട ഭാഗം.